ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്യാസ് അടുപ്പിൽ നമ്മൾ പലതും വെക്കുമ്പോൾ ഒക്കെ തിളച്ച് പോയിട്ട് അതിൻ്റെ ചുറ്റോറും ഭയങ്കരമായിട്ട് വൃത്തികേടായിരിക്കില്ലേ. എപ്പോഴും ഉണ്ടാവുന്ന ഒരു പരിപാടിയാണല്ലേ ഇത്. അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കാൻ, അങ്ങനെ ഉറച്ച് വൃത്തിയാക്കാൻ നല്ല പാടാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ രാവിലെയൊക്കെ ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്ത് തിളച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് അവിടെ ഇട്ടിട്ട് നമ്മളത് മൈൻഡ് ചെയ്യില്ല അല്ലേ. പിന്നെ അത് ഉരച്ച് വൃത്തിയാക്കുമ്പോഴാണ് അയ്യോ എന്തൊരു കഷ്ടപ്പാടാ തോന്നുന്നത് അല്ലേ. അപ്പോൾ അതിനായിട്ടൊരു എളുപ്പ മാർഗ്ഗമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പില്ലേ, അപ്പോൾ അതിൻ്റെ ആണെങ്കിലും ചുറ്റുവട്ടത്തായിട്ട് ഇതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം ഉണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരി മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും എളുപ്പമായിട്ട് എങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുക്കാം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇത് അപ്പസോഡയാണ് കേട്ടോ. അപ്പസോഡ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ പേസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പകുതിയൊക്കെ മതിയാവും, അത് പിഴിഞ്ഞൊഴിക്കുക. അതിൻ്റെ കൂരിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. നമുക്ക് കുറേയധികം വൃത്തിയാക്കാനുണ്ടെങ്കിൽ കുറച്ചധികം അളവിലെടുക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലായിട്ടും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റൗവിൻ്റെ അവസ്ഥ. രാവിലെ പാല് ചായ ഒക്കെ ഒന്ന് തിളച്ച് പോയിട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ധൃതി പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ആ അടുപ്പത്ത് തന്നെ ഓരോന്ന് വെച്ച സമയത്താണ് കേട്ടോ ഇത് ഇങ്ങനെയായത്. അപ്പോൾ അതിന് നമുക്ക് വൃത്തിയാക്കാനായിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച സംഭവം നേരിട്ട് അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം ഉണങ്ങാൻ വെക്കാം. ഒരുപാട് മുന്നേയായിട്ട് പിടിച്ചിരിക്കുന്ന കറയൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം ഇതിങ്ങനെ തേച്ചിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് നനച്ചതിന് ശേഷം ഉണങ്ങിയിട്ട് പിന്നെ നനച്ചതിന് ശേഷം നന്നായിട്ട് ഉരച്ചാൽ പോരും. ഇത് പക്ഷേ പെട്ടെന്ന് പോരാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ അതിങ്ങനെ ഉരയ്ക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പോരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. അത് കുറേ സമയമൊന്നും ഉരച്ച് കഷ്ടപ്പെടേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അത് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കുക കേട്ടോ, നല്ല റിസൾട്ടാണ്. ഇതുപയോഗിച്ചിട്ട് ഒരുവിധം പല സാധനങ്ങളും വൃത്തിയാക്കാം കേട്ടോ. പല സാധനങ്ങളും വൃത്തിയാക്കുക, പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു ഷൂ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നായി ചളിയൊക്കെ പിടിച്ചിരിക്കുന്ന സ്റ്റൗവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടു ഉരച്ചപ്പോഴേക്കും നല്ല വ്യത്യാസമുണ്ട്, പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ കരിയും ചളിയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് വൃത്തികേടായിട്ടിരിക്കുന്ന സ്റ്റൗവ് കാണാൻ ഒരു ഭംഗിയുണ്ടായിരിക്കില്ല അല്ലേ. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾ ഇതിങ്ങനെ എപ്പോഴും വൃത്തിയാക്കി കിടക്കണമെന്നുണ്ടോ, പക്ഷേ സ്ഥിരം എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ തിളച്ച് കൂട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. ഇത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഞാൻ അടുപ്പും വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുപ്പിൻ്റെ 4 പുറാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൊണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അടുപ്പും ഒന്ന് ഉരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം അതിങ്ങനെ വെച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ. കാരണം ഇവിടെ അത്യാവശ്യം കരി ഉണ്ടല്ലോ, അപ്പോൾ അത് പോകാൻ കുറച്ച് പണിയാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തപ്പോൾ പരമാവധി വൃത്തിയായി കേട്ടോ. ഒരുപാട് പിടിച്ചിരിക്കുന്ന ആ ഒരു കറുത്ത കറ മാത്രമാണ് കേട്ടോ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ഥിരം നമ്മളിത് കൊണ്ടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിരിക്കും കേട്ടോ അടുപ്പൊക്കെ. ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നന്നായി വൃത്തിയായി കിട്ടും കേട്ടോ. നമ്മൾ കുറേ അധികം അങ്ങനെ വൈകിയതിന് ശേഷം പിന്നീട് നമ്മൾ വൃത്തിയാക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പ്രയാസം തോന്നുക. നന്നായിട്ട് നമ്മൾ ഉരയ്ക്കേണ്ടി വരും. കറിയും ചെളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പോരാനായിട്ട് നല്ല പ്രയാസമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അടുപ്പൊക്കെ കാണാൻ അങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കണത് നല്ല ഭംഗിയാണ്ടല്ലേ. നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലം എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കണം എന്നാണ് പറയുക. ഈ ഒരു അടുപ്പിന് കുറച്ച് പഴക്കമുണ്ട് കേട്ടോ. പുതിയതൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും വൃത്തിയാക്കി കഴിഞ്ഞാൽ കാണാനായിട്ട്. ഇതിൻ്റേതായ കുറച്ച് പഴക്കമുള്ളതുകൊണ്ട് തന്നെ വലിയ അത്ര അങ്ങോട്ട് തിളക്കല്ല. പക്ഷെ എന്നാലും ഉരച്ചപ്പോൾ നന്നായി വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
കാണുമ്പോൾ അതാ നല്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് ഉരച്ചപ്പോൾ അതാ കരിയൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ടൊന്ന് തുടയ്ക്കും കൂടി ചെയ്തപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നന്നായിട്ട് അട്ടിക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു കരി, ആ ഒരു കറുത്ത നിറം മാത്രമാണ് കേട്ടോ പോവാത്തുള്ളൂ. ബാക്കിയെല്ലാം ഒരുവിധം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു അടുപ്പിന് മാത്രം ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ടിരിക്കണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലിട്ട് ബാക്കി വീഡിയോസും കൂടിയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.